Hi, welcome to Renisha CSZO World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ഹാഷിങ്ങിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് സോർട്ടിങ് അൽഗോരിതംസ് സെർച്ച് ചെയ്യേണ്ടത് ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഹാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹാഷിങ്? ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്. ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു വെൽ നോൺ ടെക്നോളജിയാണ്. നമുക്കൊരു പർട്ടിക്കുലർ എലിമെന്റിന് ഒത്തിരി എലിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ സെറ്റ് ഓഫ് എലിമെന്റ് ഉണ്ട്, പക്ഷെ അതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ എലിമെന്റിനെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷിംഗ് ആണ്. ഓക്കെ, അപ്പം സെവറൽ എലിമെന്റ്സ് ഉണ്ട്. സെർച്ചിങ് ഈസി ആയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ എലിമെന്റിനെ അതിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്യണം. ഫാസ്റ്റായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദ ഹാഷിംഗ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മിനിമൈസ് ദ നമ്പർ ഓഫ് കമ്പാരിസൺസ് ഇവിടെ കുറയ്ക്കും. അതുകൊണ്ട് ഈസി ആയിട്ട് ഇവിടെ സെർച്ചിങ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു സെർച്ചിങ് ടെക്നിക്കാണ്. ഒരു ലാർജ് സെറ്റ് ഓഫ് എലിമെന്റിന്റെ അകത്തു നിന്ന് നമുക്കൊരു എലിമെന്റിനെ, ഒരു പർട്ടിക്കുലർ എലിമെന്റിനെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഷിംഗ്. ഓക്കെ, അപ്പോൾ ഹാഷിങ്ങിൻ്റെ അത് കമ്പാരിസൺസ്, നമുക്ക് കുറച്ച് കമ്പാരിസൺസ്. അപ്പം ഹാഷിങ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പം മറ്റ് സെർച്ചിങ്ങിനെ അപേക്ഷിച്ച് ഹാഷിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറ്റ് ഇസ് എഫിഷ്യൻറ്റ്, എക്സ്ട്രീംലി എഫിഷ്യൻറ്റ്. ഓക്കെ, ഹാഷിംഗ് ഈസ് എക്സ്ട്രീംലി എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു അതർ അൽഗോരിതംസ്, സെർച്ചിങ് ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ബാക്കിയുള്ള ടെക്നിക്ക് വെച്ചിട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി എഫിഷ്യൻറ്റ്. അപ്പം ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ എലിമെന്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് എലിമെന്റ്, ഞാൻ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ എലിമെന്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അത് ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റുമായിട്ട് ഒരു ഡിപ്പെൻഡൻറ്റും ഇല്ല. മനസ്സിലായോ? ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു പെർഫോം ദ സെർച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്. ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല സെർച്ചിങ്. ഓക്കെ, അത് എത്ര ആയിക്കോട്ടെ, പക്ഷെ സെർച്ചിങ് ഭയങ്കര ഈസി ആയിട്ട് നടത്താൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. ഓക്കെ, ഓർഡർ ഓഫ് 1 ആണ്. ഒരു ലീനിയർ ടൈമിലാണ് ഇത് ടൈം കോംപ്ലക്സിറ്റി. ഇവിടെ കോൺസ്റ്റന്റ് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാഷിങ്ങിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. അപ്പോൾ ഹാഷിംഗ് എങ്ങനെയാണ്, ഒരു മെക്കാനിസം ഹാഷിംഗ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹാഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ ഹാഷിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മാപ്പിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഐറ്റം ടു സ്മോളർ ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാഷിംഗ് ഫംഗ്ഷൻ. ഹാഷിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ ഒരു സ്മോൾ ടേബിളിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ഹാഷിംഗ്. മനസ്സിലായോ? ഹാഷിംഗ് വെച്ചിട്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്മോൾ ടേബിളിൻ്റെ അകത്ത് ഹാഷിംഗ് ഫംഗ്ഷൻ്റെ ഹെൽപ്പോടുകൂടി ഒരു സ്മോൾ ടേബിളിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹാഷിങ്ങിനെ നമ്മൾ ഒന്നുകിൽ ഹാഷിംഗ് അൽഗോരിതം അല്ലെ മെസ്സേജ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്, അല്ലെ ബക്കറ്റ് എന്നും പറയും ഈ ഒരു ഇതിനെ. കണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ടേബിൾ അല്ലെങ്കിൽ ബക്കറ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഹാഷ് ടേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അറേ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇതിനെ എന്ത് പറയും? ഹാഷ് ടേബിൾ. ഈ ഹാഷ് ടേബിളിൻ്റെ അകത്താണ് നമ്മൾ ഡേറ്റയെ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, പലതരത്തിലുള്ള ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വാല്യൂ, ഇപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു, ഒരു വലിയൊരു ഡേറ്റ ആണെങ്കിൽ അതിനകത്ത് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹാഷ് വാല്യൂ കിട്ടും.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കീ കൊടുക്കുന്നത് 19104 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ് വാല്യൂ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. കീ 9104 ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 9104 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ 9104 പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് അക്സസ് ചെയ്യാനായിട്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. പലതരത്തിലുള്ള ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കീ മോഡ് 10 എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഹാഷ് ഫംഗ്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, കീ മോഡ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തിടും 9104 മോഡ് 10 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ഈ 4 ആയിരിക്കും ഈ ഹാഷ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ 4 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിനകത്ത് എവിടെ ആ 4 വരുന്നതെന്ന് നോക്കും. 1 2 0 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലേസിലാണ് വരുന്നതെങ്കിൽ ഈ പ്ലേസിൽ എന്ത് ചെയ്യും, ആ വാല്യൂവിനെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. 9104 എന്നുള്ള വാല്യൂവിനെ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് ഹാഷിംഗ് മെക്കാനിസം പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ അകത്ത് ഒരു കീ ആണ്. കീ എന്ന് പറയുന്നത് 9104 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9104 മോഡ് 10 ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് 4 കിട്ടും. ഇറ്റ് ഈസ് ദ ഹാഷ് വാല്യൂ. അപ്പം ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് കീ സ്പേസ് ഒരു ഇൻറ്റീജർ ആണ് കൊടുത്തിരിക്കുന്നത്. ടേബിളിൻ്റെ സൈസ് 6 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് ഹാഷ് ടേബിൾ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത്. അപ്പം 6 ആണ് ടേബിളിൻ്റെ സൈസ് എങ്കിൽ 0 to 5 ആയിരിക്കും ഇവിടെ ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to 5 ആയിരിക്കും ഇൻഡെക്സ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ കെ മോഡ് 6 ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കെ മോഡ് 6 ആണെങ്കിൽ ആദ്യം കെയുടെ വാല്യൂ ഇപ്പോൾ 7 ആണ്. ഓക്കെ, കെയുടെ വാല്യൂ 7 ആണെങ്കിൽ 7 മോഡ് 6 എത്ര കിട്ടും? 1. അപ്പോൾ ആ 1 നെക്സ്റ്റ് 18 ആണെങ്കിൽ 18 മോഡ് 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0 ആണ്. റിമൈൻഡർ 0 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞ പ്ലേസിൽ എന്ത് ചെയ്യും? ഈ 18നെ കൊണ്ട് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് 41 ആണെങ്കിൽ 41 മോഡ് 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 ആണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ 5 എന്ന് പറഞ്ഞ പ്ലേസിൽ 41നെ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ഈസ് 34. അപ്പൊ 34 മോഡ് 6 ഈസ് 4. ആ 4 എന്ന് പറഞ്ഞ പ്ലേസിൽ എന്ത് ചെയ്യും? 34നെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഹാഷിങ് പെർഫോം. അപ്പൊ ഡിഫറെന്റ് ഇപ്പൊ ഈ ഹാഷ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ആ ഹാഷ് ഫംഗ്ഷൻ പലതരത്തിലുള്ള ഹാഷ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താണ് ഒരു ഹാഷ് ഫംഗ്ഷൻ അല്ലെ ഡിഫറെന്റ് ഹാഷ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഹാഷ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് എനി ബിഗ് നമ്പർ ഓർ സ്ട്രിങ് ടു എ സ്മോൾ ഇൻറ്റിജർ വാല്യൂ. ഒരു ബിഗ് നമ്പർ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ ഒരു സ്മോൾ ഇൻറ്റിജർ വാല്യൂയിലേക്ക് മാറ്റാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിഗ് നമ്പർ അല്ലെ സ്ട്രിങ്ങിനെ ഇങ്ങോട്ട് മാറ്റണം, ഒരു സ്മോൾ ഇൻറ്റിജർ വാല്യൂയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹാഷ് ഫംഗ്ഷൻ ടേക്ക് ഡേറ്റ ഐറ്റം ആസ് ആൻ ഇൻപുട്ട് ആൻഡ് റിട്ടേൺ എ സ്മോൾ ഇൻറ്റിജർ വാല്യൂ ആസ് ആൻ ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാഷ് ഫംഗ്ഷൻ അതൊരു ലാർജ് ഇൻപുട്ട് ഡേറ്റ ആണ് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നത് ഒരു സ്മോൾ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ആ സ്മോൾ ഇൻറ്റിജർ വാല്യൂവിനെ എന്ത് പറയാം? നമ്മൾ ഹാഷ് വാല്യൂ എന്ന് പറയുമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ഈ ഹാഷ് വാല്യൂവിനെ എന്ത് ചെയ്യും? ഇൻഡെക്സ്, ആ പർട്ടിക്കുലർ ഇൻഡെക്സിൽ എന്ത് ചെയ്യും? ആ ഡേറ്റയെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരു ചുരുക്കമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ്, ആ പോയിന്റ്സ് ആണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് വേരിയസ് ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ എന്നുള്ളതാണ് പഠിക്കുന്നത്. ഫസ്റ്റ് മിഡ് സ്ക്വയർ ഹാഷ് ഫംഗ്ഷൻ, ഡിവിഷൻ ഹാഷ് ഫംഗ്ഷൻ, ഫോൾഡിംഗ് ഹാഷ് ഫംഗ്ഷൻ.
ഓക്കെ. അപ്പം നമുക്ക് ഓരോന്നും എന്താണോ നമ്മളുടെ ആവശ്യം അതിനനുസരിച്ച് വേണം ഈ ഹാഷ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, മിഡ് സ്ക്വയർ, ഡിവിഷൻ ആൻഡ് ഫോൾഡിങ്. ഇത് ഇത്രയുമാണ് വേരിയസ് ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ എന്താണോ യൂസറിൻ്റെ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന മിഡ് സ്ക്വയർ മെത്തേഡാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കീ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇൻപുട്ട് ഏത് നമ്പറാണോ, ഒരു ലാർജ് നമ്പർ എന്ന് പറഞ്ഞു, അതാണ് കീ എന്ന് പറയുന്നത്. അപ്പം അതിനെ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. ഓക്കെ. അപ്പം മിഡ് സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കീയെ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അത് സ്ക്വയർ ചെയ്യും. ആ സ്ക്വയർ ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നു, ആ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പാർട്ടും റൈറ്റ് സൈഡ് പാർട്ടും എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. എത്രയാണോ നമുക്ക് വേണ്ട, ഇപ്പം 3 ഡിജിറ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 3 ഡിജിറ്റ് കളയും, റൈറ്റിൽ നിന്ന് 3 ഡിജിറ്റും കളയും. അത് കഴിഞ്ഞിട്ട് റിമൈനിങ് വരുന്ന എലിമെൻ്റ് ആയിരിക്കും എന്താ സ്മോൾ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ദ കീ കെ ഈസ് സ്ക്വയർഡ്. കെ എന്ന് പറയുന്ന ലാർജ് വാല്യൂവിനെ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. Then the hash function h is defined. Hash function h എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് എന്ത് വേണം, h, ഇത് ഹാഷ് ഫംഗ്ഷൻ ആണ്. h ഓഫ് k എന്ന് പറയുന്നത് അതിനാണ്. h എന്ന് പറയുന്നതാണ് ഹാഷ് ഫംഗ്ഷൻ. h ഓഫ് k is equal to l. l എന്ന് പറയുന്നത് ഇതിന് റിസൾട്ടാണ്. അപ്പം l എങ്ങനെയാണ് കിട്ടുന്നത്, ഇപ്പം ഇത് സ്ക്വയർ ചെയ്തായിരുന്നു, ആ സ്ക്വയർ ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഡിലീറ്റിംഗ് ദ ഡിജിറ്റ് ഫ്രം ബോത്ത് എൻഡ് ഓഫ് k സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്നും ഡിജിറ്റ് റിമൂവ് ചെയ്ത് കളയാം, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പം ഈ സെയിം പൊസിഷൻ ഇപ്പോൾ ഒരു കീക്കകത്തു നിന്ന് ലെഫ്റ്റിൽ നിന്നും 3 പോയി റൈറ്റിൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ അത് വേണം അതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത കീക്കകത്തും ആ സെയിം തന്നെ എടുക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്, ദ സെയിം പൊസിഷൻ മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ഓൾ ദ കീ. ഇപ്പോൾ ഒരു കീക്കകത്താണ് ഒത്തിരി നമ്പേഴ്സും വരത്തില്ല ഇങ്ങനെ ലാർജ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം റൂൾ തന്നെ എല്ലാത്തിൻ്റെ അകത്തും എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ ഇപ്പം കെ ആണ്. ഇവിടെ 3 കീ ആയി എടുത്തേക്കുന്നത്. 3205, 3205 ഒരു നമ്പറാണ്. 7148 ഒരു നമ്പറാണ്. 2345 ഒരു നമ്പറാണ്. അപ്പം ഇതിനെ എന്ത് ചെയ്യാനാ പറഞ്ഞേ, ആദ്യം ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് 10272025. 7148ൻ്റെ സ്ക്വയർ ആണ് 51033904. ഓക്കെ. 3245ൻ്റെ സ്ക്വയർ ആണ് 54999025 എന്ന് പറയുന്നത്. അപ്പം ഇനിയും നമുക്ക് ഹാഷ് അപ്ലൈ ചെയ്യുവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു 5th ഡിജിറ്റും 4th ഡിജിറ്റും 5th ഡിജിറ്റും മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് 4th ഉം 5th ഡിജിറ്റുമാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ള ഡിജിറ്റ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പം നമ്മൾ എടുക്കുമ്പോൾ നോക്കി 1 ഇവിടെ നിന്നാണ് എടുക്കാൻ പറയുന്നത്. 1 2 3 4ഉം 5 എടുക്കാനാണ് പറയുന്നത്. അപ്പം 4th പൊസിഷനിൽ 2, 5th പൊസിഷനിൽ 7. അപ്പം ഇതാണ് എടുക്കുന്നത് 72. ബാക്കിയുള്ളതിനെ കളയും. ഇനി അടുത്ത് എടുക്കുമ്പോൾ നോക്കി 1 2 3 4. 4th പൊസിഷനിൽ 3 കിടക്കുക. അപ്പം 3യും അടുത്തത് 9. 3യും 5ഉം 4ഉം 5ഉം എടുക്കാൻ പറഞ്ഞു. അപ്പം 93 എന്ന് റിസൾട്ട് കിട്ടും. അടുത്തത് നോക്കി 1 2 3 4ഉം 5ഉം എടുത്തു. ഓക്കെ. 4 5 എന്ന് പറയുമ്പോൾ 99 കിട്ടും. ബാക്കിയുള്ള ഡിജിറ്റ്സ് റിമൂവ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് മിഡ് സ്ക്വയർ മെത്തേഡ് എടുക്കുന്നത്. അപ്പം എങ്ങനെ എടുക്കുന്നത്, നമ്മൾ ആ കീയുടെ സ്ക്വയർ എടുക്കുക. ആ സ്ക്വയറിൻ്റെ അകത്തുനിന്ന് മിഡിലിൽ കിടക്കുന്ന ഏകദേശം മിഡിലിൽ കിടക്കുന്ന നമ്പറാണ് ചൂസ് ചെയ്യുന്നത്. അത് ഏത് ഡിജിറ്റാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും റിമൂവ് ചെയ്യുക. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഈ സെയിം റൂൾ, ഈ കീക്കകത്ത് എടുക്കുന്നതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഈ സെയിം റൂൾ വേണം. നെക്സ്റ്റ് ഇസ് ദ ഡിവിഷൻ മെത്തേഡ്. ഇപ്പം ഡിവിഷൻ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഇതാണ്, ചൂസ് എ നമ്പർ m ലാർജർ ദാൻ ദ നമ്പർ ഓഫ് n ഓഫ് കീസ്. ഓക്കെ. ഒരു നമ്പർ ചൂസ് ചെയ്യാം.
choose a number m larger than the number of n of keys. എത്ര കീ ഉണ്ടോ അതിനെക്കാട്ടിലും ലാർജർ ആയിട്ടുള്ള ഒരു നമ്പർ വേണം ചൂസ് ചെയ്യാൻ. അതാണ് എം. ഓക്കെ, അപ്പൊ എൻ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് കീസ് ഉണ്ടെന്നുള്ളതാണ് എൻ. അതിനെക്കാട്ടിലും ലാർജർ ആയിട്ടുള്ള നമ്പർ വേണം എം ചൂസ് ചെയ്യാൻ. നമ്പർ എം ഈസ് യൂസ്വലി ചൂസൺ ടു ബി എ പ്രൈം നമ്പർ. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്ന എം എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രൈം നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഹാഷ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു കെ മോഡ് എം. എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു കെ മോഡ് എം ആണ് ഈ ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ. ഓക്കെ, എച്ച് ഓഫ് കെ ഇസ് ഈക്വൽ ടു കെ മോഡ് എം. അപ്പം ഈ റിമൈൻഡർ, അതായത് ഈ കെ മോഡ് എം എടുക്കുമ്പം കെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ കിട്ടുന്നത് അതായിരിക്കും ഈ ഹാഷ് ഫംഗ്ഷന്റെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എലിമെന്റ് ആണ്. എലിമെന്റ് ഈ ഒരു ഇതിനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇതിനെയാണ് നമുക്ക് ഈ ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അപ്പൊ ടേബിളിന്റെ സൈസ് 0 to 99 ആണെന്ന് വിചാരിക്കാം. ടേബിൾ ഉണ്ട്, നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന്റെ സൈസ് 0 to 99. അപ്പൊ അതാ പറഞ്ഞ് എൻ ആണ് നമ്പർ ഓഫ് എത്ര ടേബിളിന്റെ സൈസ് എത്രയാണോ അതാണ് എൻ. അപ്പം നമ്മൾ എം എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. ഈ ടേബിളിന്റെ സൈസിനായിട്ട് അടുത്ത് വരുന്ന ഒരു പ്രൈം നമ്പർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ 99 ആണ്. 99 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. അടുത്ത 98 എടുത്ത് നോക്കുക, പ്രൈം ആണോ? അല്ല. അടുത്ത ഏത് വരും? 97. ഇറ്റ്സ് എ പ്രൈം നമ്പർ. അപ്പൊ 97 ആണ് എം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് കീ. കീ എന്ന് പറഞ്ഞാൽ എത്ര? 3205 ആണ് കീ എന്ന് പറയുന്നത്. അപ്പം അതിനെ എന്ത് ചെയ്യണം? ഓക്കെ, ഇപ്പം 3205 ആണ് കീ. 3205നെ എന്ത് ചെയ്യുക? 97 കൊണ്ടിട്ട് മോഡ് എടുക്കുക. 97 വെച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ എത്ര എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. അവനെ ഇങ്ങനെ എടുക്കുക. ആകുമ്പോഴത്തേന് ഇവിടെ 3 കൊണ്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 291. ഓക്കെ, റിമൈൻഡർ എത്ര കിട്ടും? 29. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എത്ര പറ്റും? 3 കൊണ്ടിട്ട് പറ്റും 291. അപ്പൊ എത്ര പറ്റും? റിമൈൻഡർ ഈസ് 4. ഓക്കെ, കണ്ടോ? അപ്പൊ ഈ റിമൈൻഡർ നമുക്ക് 4 ആയിട്ട് കിട്ടി. അപ്പൊ അതുപോലാണ് അടുത്തും എടുക്കേണ്ടത്. 7142. 7142നെ എന്ത് ചെയ്യണം? 97 വെച്ചിട്ട് മോഡ് എടുക്കുക. അപ്പൊ നമുക്ക് 67. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്പൊ റിമൈൻഡർ. ഇനി ഫോൾഡിംഗ് മെത്തേഡ് ആണ്. ഫോൾഡിംഗ് മെത്തേഡിൻ്റെ അത് നമുക്ക് തന്നിരിക്കുന്ന കീയെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. പാർട്ടീഷൻ ചെയ്യുവാണ്. അതിനെ പാർട്ടീഷനിങ് എന്ന് പറയും. 2 ആയിട്ട് നമ്മൾ പല രീതിയിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യും. അതായിരിക്കുന്ന കീയെ ഉണ്ടെങ്കിൽ കീയെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. K1, K2, K3 അങ്ങനെ എത്ര ആയിട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ ആഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ക്യാരി എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും, എടുക്കത്തില്ല. ഓക്കെ, ഒന്നുകിൽ അത് സെയിം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് വേണേലും എടുക്കാം. ഈ പാർട്ടീഷൻ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തിട്ട് വേണേലും ആഡ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നതിനെ കീയെ ഡിവൈഡ് ചെയ്യുക, പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക, ആ പാർട്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ക്യാരി വരുവാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. വേണമെങ്കിൽ ഈ പാർട്ടീഷൻ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് എക്സാമ്പിൾ ആണ്. ഇപ്പം 3205 ആണെങ്കിൽ ഇതാണ് 32 + 05 ഉണ്ട്. 32 പ്ലസ് ഡിവൈഡ് ചെയ്യുവാണ്, പാർട്ടീഷൻ ചെയ്യുവാണ് സ്മോൾ ആയിട്ട്. ഇവിടെ 2 ഡിജിറ്റ് ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 32 + 05 എന്ന് പറയുമ്പോൾ 37 കിട്ടും. 2 ഡിജിറ്റ് കൂടുതലാണെങ്കിലാണ് പറഞ്ഞത് ആഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, ക്യാരി വരുന്നതിനെ റിമൂവ് ചെയ്ത് കളയാം. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ 3250 കണ്ടോ, ഈ ഒരു ഡിജിറ്റിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. 3205നെ 3250 എന്നാക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ 32 + 15 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 82. ഇനി അടുത്ത് എടുക്കുമ്പം 7148 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. 71 ആയിട്ടും 48 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 119 എന്നാണ് കിട്ടുക. ഇവിടെ 2 ഡിജിറ്റ് എടുക്കത്തുള്ളൂ. ക്യാരി വരുന്നത് 119 എന്നുള്ളതിൻ്റെ അകത്ത് ആ 1 അങ്ങ് റിമൂവ് ചെയ്യും. ലെഫ്റ്റി വരുന്ന 1നെ ഇഗ്നോർ ചെയ്യും. ബാക്കി 19 കിട്ടത്തുള്ളൂ. ഇപ്പം ഈ ഒരു കേസിൽ 7148 എന്നുള്ളത് 84 എന്നാക്കി പാർട്ടിഷൻ ചെയ്തു. പാർട്ടിഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 155 എന്നാണ് കിട്ടുന്നത്. പക്ഷേങ്കിൽ ആ ക്യാരി എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യാം. അതുപോലെ തന്നെ 2345 ആണെങ്കിൽ 23 + 45 = 77 എന്ന് കിട്ടും. ഓക്കെ, 77 അല്ല 78. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് 2345 ആണ്. അപ്പോൾ 23 + 45 + 45 എന്ന് പറയുമ്പം എത്ര കിട്ടും? 68 എന്ന് കിട്ടും. ഈ ഒരു കേസിലെന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് ലാസ്റ്റ് ഡിജിറ്റിന് റിവേഴ്സ് ചെയ്തു. അപ്പോൾ 2354 എന്ന് കിട്ടും. അപ്പോൾ 23 + 54 = 77. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താണ് ഒരു ഹാഷിങ്, എങ്ങനെയാണ് ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസും പഠിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ ഹാഷിങ്ങിൻ്റെ അകത്ത് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you very much.